അസിഫ്, അസ്ദോ, ഐവിഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആ റൂൾ ഒരു തവണ കൂടെ പറയാം. അസിഫ്, അസ്ദോ, ഐവിഷയ് വരുന്ന സെന്റൻസില് ഒരു ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മറുഭാഗത്ത് വേറല്ലെങ്കിൽ V2 ഉത്തരമായിട്ട് എഴുതാം. ഇനി അസിഫ്, അസ്ദോ, ഐവിഷയ് വരുന്ന സെന്റൻസിൽ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് ഏത് എഴുതാം? V2 അല്ലെങ്കിൽ ഹാഡ് ബീൻ ഉത്തരം എഴുതാം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ഉത്തരമായിട്ട് എഴുതാം. നോക്കിയേ ചോദ്യങ്ങള്. The child cried as if it dash the ghost. നോക്കിയാണ് അസിഫ് വരുന്ന സെന്റൻസ് ആണ്. അതിന്റെ ഒരു ഭാഗം നോക്കിയപ്പം ക്രൈഡ് എന്നത് V2 ആണ്, സിമ്പിൾ പാസ്റ്റ്. മറുഭാഗത്ത് ഏത് വരാം? ഒന്നെങ്കിൽ ഹാഡ് ബീൻ ഉത്തരമായിട്ട് വരാം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ഉത്തരമായിട്ട് വരാം. സി ഓപ്ഷനിലുണ്ട്, സ ഓപ്ഷനിലുണ്ട്, ഹാസ് സീൻ ഓപ്ഷനിലുണ്ട്, ഹാഡ് സീൻ ഓപ്ഷനിലുണ്ട്. ഹാസ് സീനും ഉണ്ട്, ഹാഡ് സീനും ഉണ്ട്. ഹാഡ് സീൻ ആണേ. ഹാസ് സീനും ഉണ്ട്, ഹാഡ് സീനും ഉണ്ട്. ഹാസ് സീന്, ഹാഡ് സീൻ. ഏതാണ് ഉത്തരം? പറഞ്ഞു നോക്കിയേ. ഹാഡ് സീൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഹി വാക്സ് as if he dash a drunkard. ഉണ്ടല്ലോ, അസിഫ് വരുന്ന സെന്റൻസ് ആണ്. വാക്സ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. എസിൽ അവസാനിക്കുന്ന വെർബ്. മറുഭാഗത്ത് ഏതൊക്കെ ഉത്തരം വരാം? വേർ വരാം, അല്ലെങ്കിൽ V2 വരാം. നമുക്ക് ഇവിടെ വാസ് ഓപ്ഷനിലുണ്ട്, വേർ ഓപ്ഷനിലുണ്ട്, ഹാസ് ബീൻ ഉണ്ട്, ഹാഡ് ബീൻ ഉണ്ട്. ഏത് ഉത്തരം? വേർ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹി അഡ്വൈസ്ഡ് മീ as if he dash an expert on child care. അസിഫ് വരുന്ന സെന്റൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അഡ്വൈസ്ഡ് എന്നത് V2 സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. മറുഭാഗത്ത് ഹാഡ് ബീനും വരാം, അതുപോലെ ഹാഡ് പ്ലസ് V3 വരാം. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഹാഡ് ബീൻ ആണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഹാഡ് ബീൻ ഉത്തരമായിട്ട് വരുന്നു. വാസ് ഉണ്ട്, ഈസ് ഉണ്ട്, വേർ ഉണ്ട്, ഹാഡ് ബീൻ ഉണ്ട്. ഹാഡ് ബീൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ലുക്സ് അസ്ദോ വരുന്ന സെന്റൻസ് ആണ്. ലുക്സ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. മറുഭാഗത്ത് ലുക്സ് ഹി ഡാഷ് 4 days. ഹി ലുക്സ് അസ്ദോ ഹി ഡാഷ് 4 days. ഉണ്ടല്ലോ, അവിടെ തന്നിരിക്കുന്നതില് ഇപ്പൊ മറുഭാഗത്ത് ഏതൊക്കെ വരാം? V2 വരാം, അല്ലെങ്കിൽ ഏത് വരാം? വേർ വരാം. നമുക്ക് വെർബുകൾ തന്നിരിക്കുന്നത് ഡിഡിന്റെ സ്ലീപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. ഡസിന്റെ സ്ലീപ്പ്, ഹാസിന്റെ സ്ലെപ്റ്റ്, ഹാഡിന്റെ സ്ലെപ്റ്റ്. നോക്കിയാണ് ഇവിടെ ഡിഡ് പ്ലസ് സ്ലീപ്പിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ലെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിഡിന്റെ സ്ലീപ്പ് എഴുതിക്കൂടെ? ഡിഡിന്റെ സ്ലീപ്പ്. അതെന്തിന്? ഡിഡ് പ്ലസ് V1 പറയുന്നത് V2 എന്നാണ്. അത് നമ്മൾ പറയുമ്പോൾ V2 ആണ്. അതുകൊണ്ട് ഡിഡിന്റെ സ്ലീപ്പ് നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഡ്രസ്ഡ് as if she dash rich. നമുക്ക് ഡ്രസ്ഡ് എന്ന് പറയുന്നത് V2 സൂചിപ്പിക്കുന്നു. മറുഭാഗത്ത് ഏത് വരാം? ഏതൊക്കെ വരാം? V2 ആണെങ്കിൽ മറുഭാഗത്ത് ഒന്നെങ്കിൽ ഹാഡ് ബീൻ വരാം, അല്ലെങ്കിൽ ഹാഡ് ബീൻ വരാം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 വരാം. വാസ് ഉണ്ട്, വേർ ഉണ്ട്, ഈസ് ഉണ്ട്, ഹാഡ് ബീൻ ഉണ്ട്. ഹാഡ് ബീൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. ഐ വിഷ് ഐ ഡാഷ് ദ വർക്ക്. നമുക്ക് വിഷ് ആണ് കിടക്കുന്നത്. ഈ വിഷ് എന്ന് പറയുന്നത് വെർബായിട്ട് ഉപയോഗിച്ചു. വെർബായിട്ട് വരുമ്പോൾ വിഷ് എന്ന് പറയുന്നത് V1 ഫോം ഓഫ് വെർബ് അല്ലേ? വെർബിന്റെ V1 അല്ലേ? V1 എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. വിഷ്ഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? V2 ആയിട്ട് മാറും. അതൊരു വെർബായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ആ റൂള് ഒരു വെർബായിട്ട് തന്നെ ഉപയോഗിച്ച് പറയാം. ഐ വിഷ് ഐ ഡാഷ് ദ വർക്ക്. നമുക്ക് സിമ്പിൾ പ്രസന്റ്. മറുഭാഗത്ത് ഏത് വരാം? എന്ത് ചെയ്യുന്നു? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വെർബ് ആണെങ്കിൽ V2 എഴുതാം, അല്ല എന്ത് ചെയ്യുന്നു? ഓക്സിലറി ആണെങ്കിൽ വേറെ എഴുതാം. നമുക്ക് ഇവിടെ ഐ കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് ഉത്തരമായിട്ട് വരുന്നു. ഫിനിഷ്ഡ് ഉത്തരമായിട്ട് വരുന്നു. ഐ വിഷ് ഐ ഫിനിഷ്ഡ് ദ വർക്ക് ഉത്തരമായിട്ട് വരുന്നു.